ആരാണ് അവിടെ ബുള്ളറ്റ്? ചോദിച്ചിട്ടില്ലടാ, എന്താണാ നോക്കുന്നത്? ആരാടാ ബുള്ളറ്റ്? പറയടാ, നിന്നോടൊക്കെയാണോ ചോദിച്ചത്? ആരാടാ ബുള്ളറ്റ്? പറയടാ. ഞാനാണ് ബുള്ളറ്റ് ആശാനെ. നീയാണോ ആശാനെ? നിന്നെ അടിക്കുന്നതിന് ഈ വടിയോ? അതങ്ങ് താഴെട്ടേക്ക് ആശാനെ. നീ വലിയ ഗുണ്ട? അങ്ങനെയൊന്നുമില്ല. കോളേജിന്റെ അകത്ത് വേണ്ടെന്ന് കോളേജ് വേണമെങ്കിൽ പുറത്തോട്ട് അല്ല ആശാനെ. ബുള്ളറ്റ് ഈ പേരെനിക്ക് വെറുതെ കിട്ടിയതല്ലടാ, കേരളത്തിലെ ജനങ്ങൾ എനിക്ക് കിട്ടതാ. എന്റെ ഷൂ മാത്രമാണടാ റീബോക്ക്, എന്നാൽ ഞാൻ പൊറമ്പോക്കാടാ. ഞാൻ ബുള്ളറ്റാടാ. സിറ്റിയിലുള്ള RDX കോളേജിലേക്ക് ഉടനെ ഒരു ആംബുലൻസ് അയച്ചേക്ക്. സംസാരിക്കലടാ അതിന്റെ ഇടയ്ക്കാണ് അവന്റെ ഡിസ്റ്റർബൻസ്. ഓവർ. ഇവനക്കെല്ലാം ആംബുലൻസ് താണ്ടാ. തൂക്കി പോടാ. വളരെ ഉപകാരം ആശാനെ. പതുക്കെ ഇടിക്കുന്നു പറഞ്ഞിട്ട് അമ്മിട്ട് പൊട്ടുന്ന പോലെ ആയിരുന്നല്ലോ. ഇതെന്റെ കന്നി ഫൈറ്റ് അല്ലേ ആശാനെ, കുറച്ച് ഇമോഷണൽ ആയി പോയി. അങ്ങ് ക്ഷമിച്ചേക്ക് ആശാനെ. നമ്മുടെ കരാർ പ്രകാരം 10,000 ഉണ്ട്, എടുത്ത് സ്ഥലം വിട്ടോണേ. കരാറ് പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ഇടി ഉണ്ടായിരുന്നല്ലോ. എക്സ്ട്രാ ലാർജ് ബോഡിയിൽ കുറച്ച് എക്സ്ട്രാ ഇടിച്ചാലെന്താ ആശാനെ? കൊച്ചു പയ്യനല്ലേ ആശാനെ? കൊച്ചു പയ്യൻ എന്താണ്? അയ്യോ, ഇതെന്റെ അമ്മ എനിക്ക് ഓർമ്മ കേട്ടിട്ട് വന്ന് ചെയ്യുന്ന. നിന്റെ അമ്മയുടെ ഓർമ്മ പോടാ. എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ. ഈ സിറ്റിക്ക് RDX, ഈ സിറ്റി കോളേജിന് ഈ ബുള്ളറ്റ് ആംബുലൻസ് കളപ്പടാ. ഏയ് ഫ്രണ്ട്സ്, ഇനി ഈ കോളേജിനെല്ലാം ഞാൻ തന്നെയാണ്. എന്റെ വാക്കനുസരിച്ച് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇന്നൊരു ദിവസത്തേക്ക് എല്ലാവരും ക്ലാസ്സിൽ കയറിക്കോ. ഇപ്പോ ഞാൻ പോവാ, പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ക്ലാസ്സിലേക്ക് പോ. പോണോ? നിന്റെയോ? ഇതല്ലേ നിന്റെ ഫോൺ? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കടാ മോനെ. നിനക്കും ആംബുലൻസിൽ കേറണോടാ. ബുള്ളറ്റിന്റെ അടി നീ കണ്ടതല്ലേ? എല്ലാം കണ്ടു. അകത്തേക്ക് പോകുമ്പോ മാല കഴുത്തലുണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോ മാല ഇല്ലാത്തതും കണ്ടു. അത് വേറൊന്നുമല്ല, അടി കിട്ടിയ ഗുണ്ടയ്ക്ക് ആശുപത്രി ചെലവിന് കാശ് വേണമെന്ന് പറഞ്ഞപ്പോ ചെയിൻ എടുത്ത് അങ്ങ് കയ്യിലേക്ക് കൊടുത്തു. കാരണം എനിക്ക് അടിക്കാനും അറിയാം, സഹായിക്കാനും അറിയാം. അതെല്ലാം പോട്ടെ, അകത്ത് 5000-ന്റെയും 10,000-ന്റെയും കണക്ക് പറയുന്നത് ഞാൻ കേട്ടല്ലോ. അത് വേറൊന്നുമല്ല, 1000 രൂപ കൊടുത്തപ്പോ ഓപ്പറേഷൻ 10,000 രൂപയാണെന്ന് എടുത്തോണ്ട് പോടാ മോനെ പോടാന്ന് പറഞ്ഞില്ലേ? 1000 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു ഡൂക്കിലി കേസിനെ ആദ്യമായിട്ട് കാണുക ഞാൻ. എന്നെയാണോ ഡൂക്കിലി എന്ന് പറഞ്ഞത്? സിം എന്റെ കയ്യിലാണുള്ളത്, പിന്നെ എങ്ങനെ ഈ ഫോണിൽ നീ സംസാരിച്ചത്? പൊന്നു മോനെ, അതൊക്കെ പോട്ടെ. ഉള്ളി നടന്ന കാര്യം നിനക്ക് കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായി? ഇത് വേണോന്നറിയാവോ? ഇതിനകത്ത് എന്തെങ്കിലും വേണം. ഹായ് ഹായ്. എന്താടി ബുദ്ധന് പൂവയ്ക്കുവാണോ? എന്താ അത് പാടില്ലെന്നുണ്ടോ? ബുദ്ധനെ കുറിച്ച് അറിഞ്ഞവര് അദ്ദേഹത്തിന് ഒരിക്കലും പൂ വെക്കാറില്ല. അതൊന്നും എനിക്കറിയണ്ട, എന്നാ ഞാൻ പൂ വെക്കും. ഓ, നിന്റെ ഭ്രാന്തിൽ ഇതും പെടുവായിരിക്കും. ഇവളെ കൊണ്ട് തോറ്റു. ഇതിലൊരു ഒപ്പിട്ടെ മാഡം, തരൂ. അഞ്ജലി, പോകാം. ഹലോ ഹലോ. അല്ല മിസ്റ്റർ, ഒപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞില്ലേ? അഖിലാണ്ടേശ്വരി, 'ബ്രഹ്മാണ്ട നായകി', ചോറ്റാനിക്കര ഭഗവതി അമ്മേ.
നിങ്ങളിരുന്നോ? അവരവര് ജോലി നോക്കിയോ? അവര് ആഹാ. ഇന്നലെ കോളേജ് വെച്ച് ഞാൻ നിങ്ങളുടെ പേര് കേട്ടപ്പോ ശരീരമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് തരിച്ചു കയറുക. നീ എന്ത് പേര്? അഖിലാണ്ടേശ്വരി ബ്രഹ്മാണ്ട നായികി ചോറ്റാനിക്കര ദേവി നിങ്ങളല്ലേ? ആ എന്താ ഞാൻ പറയുക, മോഡേൺ ആയി ഈ ലോകത്ത് രേഷ്മ, മറിയ, ഷക്കീല, അഭിലാഷ ഇങ്ങനെ പേരിടേണ്ട ഈ കാലത്ത് ഇതുപോലെ ഒരു ദൈവീകമായ പേരോ? അയ്യയ്യേ, ഇതുപോലുള്ള ചളം ഫിഗർ ഒന്നും ഇവിടെ നിൽക്കാൻ പാടില്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് 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 ഗോ ഗോ ഗോ. അഖിലാണ്ടേശ്വരി. അയ്യോ, എന്റെ പേര് അതല്ല, അഞ്ജലി എന്നാ. അഞ്ജലി? ഒരു ലീ, 2 ലീ, 3 ലീ, 4 ലീ, അഞ്ജലി. ആ സിനിമയിൽ അഭിനയിച്ച അഞ്ജലി. എന്തായാലും അഞ്ജലി എന്ന് പേരിട്ടിട്ട് അഞ്ജലിന്ന് 2 ട്രെയിനും 3 ബസ്സും കയറി കോളേജിലേക്ക് വരുന്നില്ലേ? പഠിത്തത്തിൽ ആൾക്ക് എന്തൊരു ഇൻട്രസ്റ്റാ. അല്ലല്ല, എന്റെ വീട് അഞ്ജലിയിലല്ല, ലിറ്റിൽ ഫ്ലവർ ചോയ്സ് റോഡ്, കലൂർ. ഇവിടെ അടുത്ത് തന്നെയാ. അങ്ങനെയാണോ? അപ്പൊ രാവിലെ കോളേജിലേക്ക് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്താരാണ്? ഇയാടെ ലൈനാ? ചേച്ചേ, എനിക്ക് ലവറൊന്നുമില്ല. താങ്ക്സ്. താങ്ക്സ് എന്തിനാ പറയുന്നേ? അല്ല, നേരിട്ട് വന്ന് ഇയാൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചൂടായിട്ട് പോയെങ്കിലും എന്ന് കരുതി ഞാൻ ഇങ്ങനെ വന്നേ. അതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? അഞ്ജലി എവിടുന്നാണ് വരുന്നത്, ഏത് സ്ട്രീറ്റ്, സ്പെഷ്യൽ നോട്ട്, ആരെയും പ്രേമിച്ചിട്ടില്ല. അയ്യോ, തെറ്റായിട്ട് വിചാരിക്കണ്ട കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് ഇന്നലെ ഇയാളെ ഞാൻ കണ്ടു. മഴയത്ത് എന്നെ പോലെ തന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കുട്ടികളുടെ കൂടെ അടിച്ചു പൊളിച്ചു അല്ലേ? അത് കണ്ടപ്പോ ഇയാളെ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു അനിയത്തി ഉണ്ട് അഞ്ജലി. ഏത് സമയം എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കോള്. ഇതുപോലെ വട്ടുപിടിച്ച ഒരു കേസ് വേറെ ആരും ഉണ്ടായിരിക്കില്ല എന്ന്. സോ എന്നെ പോലെ ഒരാളെ കണ്ട ഉടനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയി പോയി ഞാൻ. അതുകൊണ്ടാണ് നേരിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല, വേറെ ഒന്നല്ല. എന്താ ഇവൾക്ക് വട്ടാണെന്നാണോ പറയുന്നത്? കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്നാൽ നന്നായിരുന്നു. ഞാൻ എന്റെ അനിയത്തി ഒരു പ്രാവശ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം. വേറെ ഒന്നുമല്ല കേട്ടോ, ഇതെല്ലാം ചുമ്മാ ജസ്റ്റ് ഓഫ് ഫൺ. ഒന്നും ഇയാൾ മനസ്സിൽ വെക്കണ്ട, മറന്നേക്ക്. ഓക്കെ, എന്നാ വരട്ടെ, ബൈ. ചേച്ചി കാണാം. എടി മോളെ, കൈകോട്ട്. അങ്ങനെ ആരടാ ദേവത? ദേവതയോ? ഈ വീടിന്റെ ദേവത എന്റെ ലക്ഷ്മിയമ്മയല്ലേ? ഈ ദേവതയല്ലടാ, യൂണിവേഴ്സിറ്റിയിലെ ദേവതയുടെ കാര്യമാണ്. കോളേജിൽ വെച്ച് കണ്ടപ്പോഴേ കൈകൂപ്പി തൊഴുതില്ലേ ആ ദേവത. ആരാ പറഞ്ഞേ? ഈ പിശാചാണോ പറഞ്ഞേ? അതുപോട്ട് ആ ദേവതയ്ക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണോ നീ ഈ നാട്ടിലേക്ക് വന്നത്? അയ്യോ എന്റെ മണി, അഭിഷേകമില്ല, ഒരർച്ചനയില്ല. എന്റെ ടേസ്റ്റും അവളുടെ ടേസ്റ്റും ഒന്നായിരുന്നു. അതൊന്ന് സംസാരിച്ച് അത്രേ ഉള്ളൂ. എന്നാ ടേസ്റ്റ്? മണ്ണാങ്കട്ട ടേസ്റ്റ്. മഴ വന്നപ്പോ നനഞ്ഞ് കൊച്ചു പിള്ളാരെ പോലെ ഐസ്ക്രീം വാങ്ങി തിന്ന് മരം ചുറ്റി പാടി നടക്കാവുന്ന അവളോട് നീ പറഞ്ഞായിരുന്നോ? അവന്റെ ഒരു ടേസ്റ്റ് കണ്ടില്ലേ? എടാ, കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ നോക്കി കൈകൂപ്പി തൊഴുതില്ലേ? നാണമില്ലേ? ഒന്ന് നിർത്തമ്മേ. എന്റെ അമ്മേ, കയ്യേകാലായി വീണ് പെണ്ണുങ്ങളെ കറക്കി എടുക്കുന്നതേ കെട്ടിയവന്റെ ജോലിയാണ്, എന്റെ പണിയല്ല. അതൊക്കെ വിട്ടു കാണാം. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് അവളെ ഇഷ്ടമാന്നാ പറഞ്ഞേ, അത്ര തന്നെ. ആ കമ്പ്യൂട്ടർ പെണ്ണ് കോളേജിൽ എങ്ങനെ വന്നെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ നാടകം കളിച്ചതാ. എന്റെ പൊന്നു മോളെ, എന്നെ ഒന്ന് വെറുതെ വിടുവോ? എടാ മോനെ, പെണ്ണിനെ കാണാൻ കൊള്ളോ? എന്നെക്കാളും നന്നായിരിക്കും. ഡീ, ഒരു ദിവസം അവളെ വീട്ടിൽ കൊണ്ടുവരാൻ പറ. എടാ ആദി, ഒരു ദിവസം ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നുകൂടെ? എന്റെ മണി, എന്താ ഇതൊക്കെ? ഇതാണ് ഒരു നല്ല ഫാമിലി അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഒന്ന് അടങ്ങിയിരുന്നാ മതി കേട്ടോ. ഞങ്ങൾ അടങ്ങിക്കോളാം, നീ അവളെ മടക്കുന്നൊന്ന് കാണണം. ഹേയ്, എന്തിനാ ഇത് ചുരിദാറിന്റെ മേലെ ദുപ്പട്ടാക്കിട്ടിട്ട്? അതൊക്കെ പഴയ സ്റ്റൈലല്ലേ? ഹായ്. ഹായ്. വീട്ടിൽ നിന്ന് അഞ്ജലിയെ പറ്റി ചോദിച്ചിരിക്കണമല്ലോ. നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ അനിയത്തോടെ ഇണക്കി കൊടുത്ത ഞാൻ തന്നെയല്ലേ? ഫോട്ടോവും കൊടുത്തു. എന്തിനാടാ ഇതൊക്കെ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഗുഡ് മോർണിംഗ്. ഹായ്. ഹലോ. മോർണിംഗ്. ഹായ്. 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 ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ. ഹായ്. ആരാടാ അത്? ലെക്ചറാണോ? ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. ചെയർമാൻ എന്നാ തോന്നുന്നത്. തങ്കപ്പെട്ട മനുഷ്യനാ. ഈഗോ ഒന്നുമില്ലാതെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും. മാത്രമല്ല പെണ്ണുങ്ങൾക്കൊക്കെ വളരെ ഈ ലോകത്ത് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ചീത്തയും കൂടെ ഉണ്ടായിരിക്കും. അതാ ലോകത്തിന്റെ കിടപ്പ്. ഇങ്ങനെ ഒരു ഉടായിപ്പിന്റെ കൂടെ ഉത്തമന്മാരും ഉണ്ടല്ലോ ദൈവമേ. സുഖമാണ് സാർ. എങ്ങനെ പോകുന്നു?
ഫോട്ടോ എടുക്കണല്ലേ ഫോട്ടോ. ഇപ്പൊ ഞാനെടുത്ത ഫോട്ടോ എല്ലാരും കാണിക്ക്. ഈ ഫോട്ടോ SMS അയക്കടാ. ആദ്യം നിന്റെ അമ്മയുടെ ഫോട്ടോ എടുക്കടാ. അനിയത്തിയുടെയും ചേച്ചിയുടെ എടുക്ക. ഈ കോളേജിലെ നേതാവ് നീയാണോടാ? നേതാവാണല്ലേ നീ? കളറ് വില കൂടിയ ഷർട്ട് ഇട്ടാ നല്ലവനാകൂ നീ. ഇത് നോക്ക്, ഗെറ്റപ്പ് മാത്രം നന്നായാ പോരാ, ക്യാരക്ടർ നന്നായിരിക്കണം.